എന്തായാലും നിങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാവരും. പാലം പെട്ടെന്ന് എത്രയും വേഗം പാലം ശരിയാക്കി തരണം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം, അതായത് മുൻകാലങ്ങളിൽ വേണാട്, തിരുവിതാംകൂർ എന്നൊക്കെ അറിഞ്ഞിരുന്ന ഒരു സ്ഥലം അനന്തപുരി. അതെ, അനന്തപുരിയുടെ നിർമ്മിതികളിൽ വളരെ പൈതൃകമാർന്ന ഒരു നിർമ്മിതിയായിരുന്നു വലിയതുറ പാലം. 1956 ഒക്ടോബർ 10-ാം തീയതിയാണ് ആ പാലം നിലവിൽ വന്ന് പണി കഴിപ്പിച്ചത്. അതെ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ആ പൈതൃക നിർമ്മിതിയായ വലിയതുറ പാലത്തിന്റെ 70-ാം വാർഷികം. വലിയതുറ പാലം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലായിരുന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ചരക്ക് നീക്കം ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് സമുദ്രം വഴിയാണ്, കടൽ വഴിയാണ്. രാജാക്കന്മാരും വിദേശ ശക്തികളും അവരുടെ ചരക്ക് നീക്കങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും തിരുവനന്തപുരം ഭാഗത്ത് വലിയതുറ പാലത്തിനെയാണ്. കാലം മാറി ഗതാഗത സൗകര്യങ്ങൾ കൂടി വന്നു. നമ്മുടെ നാട്ടിൽ റോഡുകളും ഹൈവേകളും കടന്നു വന്നു. അതോടൊപ്പം തന്നെ ഈ പാലത്തിൽ ചരക്കുകൾ വരുന്നത് താരതമ്യേന കുറഞ്ഞു. അതിന് പുറകിൽ പല ചരിത്രങ്ങളുമുണ്ട്, കൂടുതൽ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഈ പാലം പ്രദേശവാസികൾക്ക്, അതായത് ലോക്കലായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് കൗതുകങ്ങൾ കാണുന്നവർക്കും ഒരു വലിയ ആശ്വാസമായി മാറുകയായിരുന്നു ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പാലത്തിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ജീവിക്കുന്നവർ ഒരു വിഭാഗമുണ്ട്. ഈ പാലം മുറിഞ്ഞപ്പോൾ ഒരുപാട് കുടുംബങ്ങളുടെ ജീവിത മാർഗമാണ് മുറിഞ്ഞു. പക്ഷേ തത്സമയം പല പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും വന്ന് സംഭവം നോക്കിയിട്ട് ഇതിന് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന വാഗ്ദാനവും ഫണ്ടുകളൊക്കെ അലോട്ട് ചെയ്തെങ്കിൽ വർഷം ഇത്രയായിട്ടും ഈ പാലത്തിന് പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇതിനെ അടുത്ത മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെ ഒരു സഞ്ചാരയോഗ്യമാക്കുവാനോ തൊഴിലിന് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനോ സാധിക്കുന്നില്ല. ഇതൊക്കെ ഈ പാലത്തിന് മെയിൻ്റെനൻസ് പണിയൊക്കെ നടക്കുമായിരുന്നു. എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു തൊഴിൽ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടും മറ്റ് ടൂറിസ്റ്റുകൾക്ക് ഇതൊരു കാഴ്ച കാണാനുള്ള ഒരു വസ്തുവായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ പാലം നടുക്ക് വെച്ച് മുറിഞ്ഞു പോകും. അതിനെക്കുറിച്ച് പ്രദേശവാസികൾ വളരെ സങ്കടത്തോടു കൂടിയാണ് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ കാണാം. കടലിൽ പണിക്ക് പോകാത്തവരുണ്ട്, കടലുകൊണ്ട് പേടിച്ച്. അപ്പോൾ ഈ പാലം കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ പാലം മുറിഞ്ഞ സമയത്ത് തന്നെ ആ പാലത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ ചൂണ്ടയിടാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരാൾ തൂങ്ങി മരിച്ചു ഫസ്റ്റില്ല ഈ പാലം പൊട്ടിയ സമയത്ത്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അയാൾ അങ്ങനെ വെച്ചു. അതിനുശേഷം ഈ പണിക്ക് പോവാതെ ഈ തുമ്പറിയുന്നവരെല്ലാവരും വീട്ടിലായി. ഇപ്പോൾ പാലം ഇല്ലാത്തതുകൊണ്ട് എന്തുമാത്രം മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം പാലത്തിൽ തുമ്പിട്ടൊക്കെയാണ് ചില ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില്ലാതായതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി അവർക്ക് ജീവിതമാർഗം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലം ഇപ്പം 10-65 കൊല്ലത്തിൻ്റെ പഴക്കമുണ്ടല്ലേ. 1956 ഒക്ടോബർ 10-ാം തീയതി എല്ലാ ആളുകളും ഇതുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നു. ആണ്ടിരാജു മന്ത്രിയായിട്ടിരുന്ന സമയത്ത് 6 കോടി വരെ അനുവദിച്ചതാണ് ഈ പാലം. അനുവദിച്ച 6 മാസത്തിനകത്ത് പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞു. പിന്നീട് അവർ ഒഴിഞ്ഞു പോയത് അടിയൊഴുക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ പണി ചെയ്യാൻ പറ്റൂല, മെട്രാസ് കമ്പനിക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്ത് പറഞ്ഞത്. 6 കോടി രൂപ. അത് ഇതുവരെ ഒരു വെളിപ്പൊക്കെ ഇല്ല, അതിനു വേണ്ടി സംസാരിക്കാനും ആരുമില്ല. 6 മാസത്തിനകത്ത് ഇരിയെന്ന് പറഞ്ഞു. 2021 ഈ പാലം അപകടമാവുന്നത്. ആ പൈസ എന്ത് ചെയ്തോ യാതി ചെയ്തെന്നോ ആർക്കറിഞ്ഞു. സാറേ, ഞങ്ങളുടെ MLA പാലം ശരിയാക്കി തരും, മത്സ്യത്തൊഴിലാളി ജീവിച്ചു പോട്ട്. നിങ്ങൾ ഇത്ര ഉപകാരമെങ്കിലും ചെയ്തു തരും. നമുക്ക് വേറെ പട്ടിണിയായി പാലയിലെ തന്നെ. പാലം കൊണ്ട് ഞങ്ങളുടെ വേറെ പട്ടിണിയാകുമ്പോൾ ആകില്ല. അപ്പം മര്യാദ പാലം കിട്ടിത്തരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഒന്ന് സഹായിച്ച് ഞങ്ങളുടെ പാലം ഒന്ന് എത്രയും വേഗം ഒന്ന് ശരിയാക്കി തരണം. ഇരിഞ്ഞത്ത് പോകുമ്പം സമയം താമസിക്കുന്ന വില കിട്ടുന്നില്ല. അപ്പോൾ 10,000-5000 രൂപയുടെ മണ്ണെണ്ണയൊക്കെ എടുത്തുകൊണ്ട് പോയ ഈ മീൻ അവിടെ കൊടുക്കുക 3000 രൂപ ഇട്ട് 2000 രൂപ നഷ്ടം. അപ്പോൾ ഈ വലിയ തുറമുഖത്ത് പാലത്തിൻ്റെ അടുത്ത് പിടിക്കുന്ന മീൻ ഇവിടെ ഇറക്കി കൊടുത്താൽ എനിക്ക് വില കിട്ടും. അപ്പോൾ അത് വില കിട്ടാതെ വരുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കുന്നു. അവർക്ക് ജോലിക്ക് പോയാലും അതിൻ്റെ ഉള്ള ഇത് കിട്ടുന്നില്ല, പണി കിട്ടുന്നില്ല. കിട്ടുന്നത് മണ്ണെണ്ണയ്ക്കും വണ്ടിക്കും അങ്ങനെ പോവുകയാണ്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സമയം വെച്ചാണ് വിഴിഞ്ഞത്ത് പണിക്ക് മീൻ വിൽക്കാൻ വിടുന്നത്. ഇത്ര മണിക്ക് നിങ്ങൾക്ക് മീൻ അവിടെ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ആ സമയം പോകണം. അപ്പോൾ നമ്മുടെ ഇടവകയിൽ ഞങ്ങളുടെ ഈ വലിയതുറ പാലത്തിൻ്റെ സമയത്ത് ഈ മീൻ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വില കിട്ടും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ വാക്കുകളൊന്നും കേൾക്കണ്ട. നിങ്ങൾ കണ്ടല്ലോ, സത്യാവസ്ഥ മുഴുവൻ അവർ പറഞ്ഞു കഴിഞ്ഞു. പ്രദേശവാസികളുടെ വിലാപത്തിന് എന്നാണ് ഇനി ഒരു അവസാനം ഉണ്ടാവുക? എന്നാണ് ഈ പാലം പുനർനിർമ്മിച്ച് ഇവർക്ക് വീണ്ടും മത്സ്യബന്ധനത്തിന് യോഗ്യമാക്കുക? ഒരു സീസൺ വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തിന് ഏകദേശം ഇവരുടെ നാട്ടിൽ നിന്ന് 20-25 കിലോമീറ്റർ ദൂരമാണ്. വള്ളങ്ങളിലെ യാനങ്ങളെയും കൊണ്ട് ഒരു വലിയ പിക്കപ്പ് ഓട്ടോറിക്ഷയിൽ ഈ പറയുന്ന യാനങ്ങളും കൊണ്ട് മത്സ്യബന്ധനം നടത്തി കിട്ടുന്ന മീന് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിപണനം നടത്തുമ്പോൾ ഭീമമായ ഒരു ചിലവാണ്, അറിയാമല്ലോ. അപ്പോൾ അവർക്ക് പാലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടയ്ക്ക്
വരുന്ന ചിലവൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതൊരു വലിയൊരു ഗ്രാമമാണ് വലിയതുറ, ചെറിയതുറ. ഈ ഭീമാപള്ളിയിലുള്ള മിക്ക ആൾക്കാരും ഇത് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് വീണ്ടും ഇതിനെ ഒരു ജോലിക്ക്, അതായത് തൊഴിലിൽ പോകാനുള്ള യോഗ്യമാക്കി തീർത്തു കൊടുക്കണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആഗ്രഹവും അവരുടെ സ്വപ്നവും. അപ്പോൾ ഇത് അധികാരികൾ കാണും. നിലവിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ പദ്ധതികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടത്തി ഈ ഒരു പാലത്തിൻ്റെ പ്രശ്നത്തിനൊരു വിരാമമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നാട്ടുകാരും പ്രദേശവാസികളും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് 24/7. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.